രേണുസുതിക്കും മക്കൾക്കും മുമ്പ് ഇഷ്ടദാനമായി നൽകിയ വസ്തു റദ്ദാക്കുന്നുവെന്ന് ബിഷപ്പ് അറിയിച്ചതായി സോഷ്യൽ മീഡിയയിലും ചില മാധ്യമ റിപ്പോർട്ടുകളിലും പ്രചരിക്കുന്നുണ്ട്. 7 ദിവസത്തിനുള്ളിൽ അച്ഛനെതിരായി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോകളും നീക്കം ചെയ്തില്ലെങ്കിൽ ഇഷ്ടദാനം റദ്ദാക്കുന്നതിനു പുറമെ തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് വക്കീൽ നോട്ടീസ് മുഖേന അറിയിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. സോഷ്യൽ മീഡിയ വഴി ഒരാളെ തുടർച്ചയായി അപമാനിക്കുന്നതും വ്യക്തിഹാനി വരുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളും ഗുരുതരമായ വിഷയങ്ങളാണെന്ന നിലപാടാണ് ഇതിന് പിന്നിലെന്നും സൂചനയുണ്ട്. കുടുംബ വിഷയങ്ങൾ പൊതു ചർച്ചയായി മാറുമ്പോൾ അതിന് നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന യാഥാർത്ഥ്യവും ഈ സംഭവത്തിലൂടെ വീണ്ടും തെളിയിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനും നോട്ടീസ് ലഭിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. സംഭവ വികാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പിന്തുണയും വിമർശനവും ഒരുപോലെ ഉയരുന്ന സാഹചര്യത്തിൽ വസ്തുതകൾ പരിശോധിക്കാതെ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. സ്വകാര്യ പ്രശ്നങ്ങൾ പൊതുവേദികളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പരിധിയും ഉത്തരവാദിത്വവും എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നതിനെക്കുറിച്ചും ഈ സംഭവം നമ്മെ ചിന്തിപ്പിക്കുന്നു.